ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്കുന്നത് പിന്നെ പതപ്പയാണ്. ചിലയിടത്ത് ഇതിന് പതിരെന്നും പറയും കേട്ടോ, പോത്തിൻ്റെ പതപ്പ. അപ്പോൾ അത് ചെറുതായിട്ട് ഞുറുക്കി കഴുകി വൃത്തിയാക്കി കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. വിറക് അടുപ്പി വയ്ക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മളിപ്പം കുക്കറിനകത്ത് വയ്ക്കാൻ പോവാം. അപ്പോൾ അതിന് 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണോ 2 സ്പൂണോ ഇട്ട് കൊടുക്കാം കുരുമുളക്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇന്ദുപ്പാണ് ഇടുന്നത് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പിന്നെ തീ കത്തിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ഇത് ഒഴിക്കണ്ട കേട്ടോ. വെള്ളം പതിരിന് തന്നെ നന്നായിട്ട് വെള്ളം ഉള്ളതാണ്. എന്നിട്ട് നമുക്ക് ഇതടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരുന്നിടം വരെ നമുക്ക് നമ്മുടെ ഒരു വെള്ളം പറ്റി നല്ല ഇതായിട്ടുണ്ട്. ഒരു 6-7 വിസിലടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇറക്കി വയ്ക്കാൻ. എന്നിട്ട് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ചെയ്യാം. അടുപ്പിലേക്ക് നമുക്ക് വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണക്കകത്ത് മൂപ്പിച്ചെടുക്കാൻ നല്ലത് കേട്ടോ. നല്ലപോലെ മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണയിൽ. ഈ ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ കഴിക്കാൻ ഏറ്റവും ബെറ്റർ സാധനമാണ് പതിര അല്ലെങ്കിൽ പതപ്പ. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം 1 സ്പൂൺ കേട്ടോ, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ട് വെച്ചാൽ നന്നായിട്ട് ചതച്ചതാണ്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഉണ്ട്, നല്ലൊരു കഷ്ണം ഇഞ്ചിയും ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുക. രണ്ട് 3 തണ്ട് കറിവേപ്പില മതി. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു വലിപ്പമുള്ളൊരു സബോളയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാം ഒരുവിധം ഒന്ന് മൂത്ത് കളറ് മാറി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. അത് ഈ ഉള്ളിക്കൊരു കളർ വരാൻ വേണ്ടിയിട്ട് അത്ര സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പതപ്പ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ വേണം ആക്കിയെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിലുള്ള സബോളയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലായിടും ഒരുപോലെ മൂത്ത് വരും. അപ്പം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മുടെ പതപ്പ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.